അതെ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചിയല്ല അനുമോള്. അതാദ്യം പറഞ്ഞേക്കാം. പിന്നെ PR വർക്കാണെന്ന് പറയിപ്പിക്കല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയാൻ തുടങ്ങുന്നത്. പിന്നെ ഞാൻ അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടായിരിക്കത്തില്ല. ഞാൻ ഈ ഒരു ഷോ കാണുന്നു, ആ ഒരു ദിവസം എന്ത് സംസാരിക്കുന്നു അതുമായി ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു വന്നത്, അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല. അനുമോള് നല്ല മിടുക്കിയായിട്ടാണ് കളിക്കുന്നത്. അനുമോൾ ഇന്ന് ചെയ്ത ഈ ഒരു വലിയ പ്രശ്നം, അനുമോളുടെ വാക്കുകളൊക്കെ നമ്മൾ കീറി മുറിച്ച് അനുമോൾ പൊട്ടാന്ന് വിളിച്ചു, അനുമോൾ അങ്ങനെ വിളിച്ചു എന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ജിസേൽ ഉൾപ്പെടെ എല്ലാവരും വലിയ വലിയ ചീത്തകൾ വിളിച്ചു. ഒരു സൈക്കോ എന്നൊരു വാക്കിന്റെ തൊട്ട് മുമ്പിൽ ഒരു F വെച്ചൊരു ഇംഗ്ലീഷ് ചീത്തയുണ്ട്. അതുൾപ്പെടെ നമ്മളെ ജിസേൽ അനുമോളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ചീത്ത വിളിച്ചതിന്റെ ലിസ്റ്റ് പട്ടികയായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ നോക്കുവാണെങ്കിൽ സ്കോർ ബോർഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്നത് അനുമോൾ ഒഴിച്ച് ബാക്കി പലർക്കും കിട്ടും. അപ്പൊ അതിവിടെ പറയരുത്. പിന്നെ അനുമോളുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അന്നേരത്തെ ആ ഒരു ദേഷ്യം വരുന്ന സമയത്ത് അത് ഈ ഒറ്റപ്പെടുന്നവർക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഒന്ന് ഒറ്റപ്പെട്ട് നോക്കണം, അപ്പൊ കിട്ടും ആ ധൈര്യമൊക്കെ. ഇവിടെ ഇന്ന് സംഭവിച്ചതിനകത്ത് പോലും അനുമോളെ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ന്യായീകരണമല്ല, അനുമോളുടെ ഭാഗത്തൊരു ശരി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. അതിനി PR എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അനുമോള് നന്നായിട്ട് കളിക്കുന്നപ്പോൾ നന്നായിട്ട് കളിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റും. അതിപ്പോ PR എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്? അപ്പൊ ഏതായാലും ഈ കിച്ചൺ ടീമിലേക്കുള്ള ടീമിനെ എടുത്തത് തന്നെ ആര്യനും അപ്പാനിയും അവരുടെ ടീമെല്ലാം കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ്. അപ്പാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദില, നൂറ, നമ്മുടെ അനുമോള് ഇവരെല്ലാം കിച്ചൺ ടീമിൽ വന്നത്. അപ്പാനി തന്നെയാണ് പറഞ്ഞത് എനിക്കും കിച്ചൺ ടീമിൽ തന്നെ വരണം, ഞാനായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആര്യൻ ഈ അപ്പാനി പറയുന്നത് കേട്ടിട്ടാണ് കിച്ചൺ ടീമിലേക്ക് അപ്പാനിയെ ഇട്ടത്. അതെല്ലാവരും അങ്ങ് മറന്നുപോയോ? അതല്ലേ ഇവിടെ ഇന്നലെ രാത്രി സംഭവിച്ചത്. അത് പ്രകാരം ഈ പറഞ്ഞ കിച്ചൺ ടീം രാത്രി ഉണ്ടായതാണ്. അങ്ങനെ ആ രാത്രി ഉണ്ടാകുമ്പോൾ അപ്പാനി അതിനകത്ത് ഉണ്ടെന്നറിയുമ്പോഴത്തേക്കും അനുമോള് പറയുന്നുണ്ട് ഈ കിച്ചൺ ടീമിൽ ഞാനില്ല, എനിക്ക് വേറെ വല്ല ടീമും മതി എന്ന് പറയുന്നുണ്ട്. അപ്പാനി ആദ്യം പറഞ്ഞു അത് അനുമോൾക്കിട്ട് പണി കൊടുക്കാനാണെന്ന്. അപ്പാനി രണ്ടാമത് പറഞ്ഞു അനുമോളുമായിട്ട് മിണ്ടണം, അനുമോളെടുത്ത് കൂട്ടുകൂടണം, അതിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ എന്താ ശരിക്കും അപ്പാനി ചെയ്തത്? അപ്പാനി ഇവരുമായിട്ട് ഈ ഒരു ടീമുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് അപ്പാനിയും അനുമോളും മറ്റേ ആദില, നൂറ എല്ലാവരും ഒന്നിച്ച്, നെവിനും എല്ലാവരും ഒന്നിച്ചിരുന്ന് പറഞ്ഞു കിച്ചൺ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, എല്ലാവർക്കും ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടണം, ആരും തന്നെ അവിടേക്ക് വരരുത്, ഗ്യാസ് ഓൺ ചെയ്യരുത്. ഇതൊക്കെ അപ്പാനിയാണ് കട്ടയ്ക്ക് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായ പല പ്രശ്നങ്ങൾ, റെന ഫാത്തിമ അവിടെ വന്ന് നിന്നതും സംസാരിച്ചതും ബഹളം വെച്ചതും എല്ലാം അനുമോൾക്ക് എതിർക്കാവുന്നതേ ഉള്ളൂ. അനുമോൾ എതിർത്തതും റെന ഫാത്തിമ അവിടെ വന്ന് നിന്ന് സംസാരിച്ചതും എല്ലാം രണ്ടുപേർക്കും ഈക്വലി നല്ല കോണ്ടന്റ് ആയിരുന്നു. റെനയും നന്നായിട്ട് പ്ലേ ചെയ്തു, അതുപോലെ അനുമോളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതിനകത്ത് ഇപ്പൊ എന്താ കുഴപ്പം? ഇനി അടുത്തത് താണ്ട ഈ ഉച്ചയ്ക്ക് ഇപ്പൊ ഈ വൈകിട്ട് നടന്ന ഈ ഒരു പ്രശ്നം വേറൊന്നുമല്ല. ഈ കിച്ചണിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പൊ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് തയ്യാറാക്കുക എന്നുള്ള പരിപാടിയിൽ നമ്മുടെ നെവിനും ജിസേലും കിച്ചണിൽ കയറി. കിച്ചൺ ടീം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയും ഈ പറയുന്ന കിച്ചണിലോട്ട് കയറ്റില്ല എന്ന്. നെവിൻ കിച്ചൺ ടീമിനകത്ത് ഉള്ളതാണ്. പക്ഷേ അനുമോള് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നെവിന് കൂടുതൽ പാചകമൊന്നും അറിയത്തില്ല, അപ്പം നെവിനെ കൂടുതൽ കുക്കിങ്ങിനകത്ത് അടുപ്പിക്കണ്ട എന്നൊരു ഡയലോഗ് അനുമോളോട് പറയുന്നുണ്ട്. അതാര് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കാര്യം അനുമോള് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജിസേല് ഏത് ടീം? ജിസേല് കഴിഞ്ഞ ആഴ്ച ഫുള്ള് കിച്ചണിൽ കിടന്നതായിരുന്നേ. അപ്പൊ ഈ ആഴ്ച ജിസേൽ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ അത് ബിഗ് ബോസ് തീരുമാനിച്ച കാര്യമാണ്. ഈ പറഞ്ഞ ടീമിനകത്തുള്ള ഒരു കിച്ചണിൽ കയറിയാൽ മതി. അത് ഈ ക്യാപ്റ്റൻ, അതായത് കിച്ചണിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാനിയും തീരുമാനിച്ചു പറഞ്ഞതാണ്. അത് അനുമോളുടെ ഡയലോഗ് ആയിരുന്നില്ല. പിന്നെ ഒറ്റ വാക്കിൽ വില വേണം, ആ ഒരു വിലയും നിലപാടും ഇല്ലാത്തത് അപ്പാനിക്കാണേ. ഇനി അനുമോളുടെ കേസിൽ അടുത്തത് പറയാം. അനുമോൾക്ക് ജിസേലിനെ ഇഷ്ടമല്ല, ജിസേലിന് അനുമോളോട് സ്നേഹമൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവർ തമ്മിൽ അടി ഉണ്ടാകും. അപ്പൊ അവർ തമ്മിൽ അടി ഉണ്ടാകാൻ വേണ്ടിയിട്ടും പിന്നെ റെനയെ കൊണ്ടുപോയി ചൊറിഞ്ഞതും അതൊക്കെ ആരുടെ മാസ്റ്റർ പ്ലാനാ? അപ്പോൾ നമ്മൾ ഈ ലൈവിൽ കാണുന്നതും കുറച്ചൊക്കെ എഡിറ്റഡ് വേർഷനാണ്. ഇവരുടെ ഇടയിൽ കൂടുതൽ സംസാരം എന്തോ അത് നമുക്കും അറിയത്തില്ല. പിന്നെ ഈ പറയുന്നവരെല്ലാവരും, ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നവരെല്ലാവരും നമ്മൾ ഈ പറയുന്ന അത്ര ആക്റ്റീവായിട്ടുള്ള മെന്റാലിറ്റിയിലല്ല നിൽക്കുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒന്നും ചിന്തിക്കാനില്ലാതെ ഇവിടുത്തെ എണ്ണ എത്രയുണ്ട്, സവാള എത്രയുണ്ട്, അല്ലെങ്കിൽ മസാലകളൊന്നും ഇല്ല, ഇതൊക്കെയാണ് അവരുടെ ചിന്തകളും ബഹളങ്ങളും. പിന്നെ അപ്പാനിയെ സംബന്ധിച്ചിടത്തോളം അപ്പാനിയുടെ തലയിലോട്ട് ഒന്നും കയറുന്നില്ല. അപ്പാനി ഇങ്ങനെ അനുമോളെ നോക്കുന്നു, അനീഷിനെ നോക്കുന്നു, അവർ കോണ്ടന്റ് ഉണ്ടാക്കുന്നു, അടുത്തത് ഞാനാണോ പോകുന്നത്,
അക്ബറിനാണെങ്കിൽ കിളി പോയി കിടക്കുകയാണ്. എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഏറ്റവും നന്നായിട്ട് അത് ശബ്ദമുയർത്തിയിട്ടാണെങ്കിലും ബഹളം വെച്ചിട്ടാണെങ്കിലും ആ ഒരു ക്യാമറ സ്പേസും പുറത്ത് നമ്മളെപ്പോലെ ഇതേ കണക്ക് റിവ്യൂ ചെയ്യുന്നവരും അതേപോലെ കമന്റ് ഒക്കെ ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ പറയുന്ന പേര് അത് ചിന്തിച്ചാൽ മതി, അത് അനുമോളാണേ. ഇനി ആ ഒരു വഴക്ക്, അതായത് ജിസേലും നെവിനും അവിടെ അടുക്കളയിൽ കയറി പാചകം ചെയ്തു എന്നതിന്റെ പേരിൽ ഉണ്ടായ വഴക്കില് അപ്പാനി സമ്മതിച്ചു, അതുകൊണ്ടാണ് അവർ കയറിയെന്ന് പറയുന്നു. അത് എവിടുത്തെ ന്യായം? അത് ചോദിക്കാനാണ് അനുമോൾ ചെന്നത്. ചോദിച്ചപ്പോൾ ആ പറഞ്ഞ വാക്കുകളിൽ കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് ബിൻസിയുടെ കാര്യം അവിടെ എടുത്തിട്ടു. അത് കേട്ടപ്പോഴത്തേക്കും അപ്പാനി തിരിച്ചടിക്കാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ അതിനെ തിരിച്ച് അനുമോൾ പ്രിറ്റൻഡ് ചെയ്യുമ്പോൾ അക്ബർ അവിടെ വന്നിട്ട് കൊണച്ച വർത്തമാനം പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി. ഇവിടെ ഈ വന്ന സമയം തൊട്ടേ അക്ബർ, അപ്പാനി, ഷാനവാസ്, ഹനീഷ് ഇവരെല്ലാവരും അറഞ്ചം പുറഞ്ചം കരയിപ്പിക്കാൻ നോക്കിയ ഒരു ക്യാരക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ അവർ കരയിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ച വ്യക്തിയാണ് അനുമോള്. പക്ഷേ ഈ കരഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അനുമോൾ എന്താ ചെയ്തേ? ഇപ്പൊ അനുമോള് മാറിയിരുന്ന് കരയാതെ തിരിച്ച് അക്ബറിന്റെ മുന്നിൽ വരെ കൈ ചൂണ്ടി സംസാരിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചതാണോ തെറ്റ്? അല്ലെങ്കിലും ബിഗ് ബോസിലെ എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ ഇതേ കണക്ക് നന്നായിട്ട് ഉറക്ക സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് മാത്രം കണ്ണിന് പിടിക്കത്തില്ല. ഈ ചൊറിയുന്നത് ഒരാണാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത് അനീഷോ അപ്പാനിയോ അക്ബറോ ഷാനവാസോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാസ്. ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ജിസേലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിസേല് നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ജിസേലും നന്നായിട്ട് കളിക്കുന്നുണ്ട്, റെന നന്നായിട്ട് കളിച്ചു. പക്ഷെ ചൊറിയാണ്, ആ ചൊറി തന്നെയാണ് ആ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ അനുമോള് ഇന്ന് ചെയ്തതിനകത്ത് എനിക്ക് ഒരു തരത്തിൽ പോലും തെറ്റ് തോന്നുന്നില്ല. അതിനകത്ത് എന്ത് പറയാനുണ്ട്? പിന്നെ ബിൻസിയുടെ കാര്യം, അത് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. എനിക്കത് ഷോക്കിംഗ് ആയിരുന്നു. കാരണം അനുമോൾ അത്രത്തോളം ഒരു ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഉത്തമ മറുപടി കമന്റിൽ ഒരു വ്യക്തി പറഞ്ഞിരുന്നു. 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മിനിസ്ക്രീൻ ഇൻഡസ്ട്രിയിൽ അനുമോൾക്ക്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിൽ വളരെയധികം ടോക്സിക് ആയിട്ടുള്ള കമൻസുകളും ടോക്സിക് ആയിട്ടുള്ള തമാശകളും അങ്ങേയറ്റം ബുള്ളിങ്ങും ഒക്കെ ആ ഒരു സ്റ്റാർ മാജിക് പ്രോഗ്രാമിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ വലിയ വാർത്തകളായിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാർ മാജിക് അനുമോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരുപാട് അനുമോളുടെ കരച്ചിലിൻ്റെ വീഡിയോകൾ കാണാൻ പറ്റും. ഇപ്പോഴും ഉണ്ട് അനുമോൾ, എല്ലാത്തിനകത്തും അനുമോളിൻ്റെ ഒരു കരച്ചിൽ കാണാൻ സാധിക്കും. അതൊരു വീക്ക്നെസ്സോ ഒന്നുമല്ല, ഒരു വൾണറബിൾ ഫേസ് ആണ്. അതായത് നമ്മുടെ ഏറ്റവും വലിയൊരു വീക്കായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ഈ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കും, ഇവിടെ ഇനി അത് കാണിക്കില്ല ഞാൻ എന്ന് തീരുമാനിച്ചാൽ കാണിക്കില്ല. പക്ഷെ ഉള്ളിൽ ആ വിഷമം എല്ലാം ഉണ്ട്. ഈവൻ അക്ബർ പോലും നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിരുന്ന് കരഞ്ഞു. കണ്ടോ? എല്ലാവർക്കും ഈ പറയുന്ന ഉള്ളിൽ ആ പേടിയുണ്ട്. പുറത്ത് എന്നെക്കുറിച്ച് എങ്ങനെയായിരിക്കും, എൻ്റെ ഭാര്യയും മക്കളും എന്തായിരിക്കും, ഇതൊക്കെ എല്ലാ ആണുങ്ങളും ചിന്തിക്കുന്നുണ്ട്, എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കുന്നുണ്ടേ. മറ്റേ നമ്മുടെ ശാരികയും സരികയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. രണ്ടുപേരും അവസാനം കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, ദിലീപേട്ടനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, ദിലീപേട്ടൻ ചോദിക്കാൻ വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ശാരിക പോയി സരികയെ സമാധാനിപ്പിക്കുന്ന ഒരു സംഭവം ലൈവിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും കുടുംബവും കുട്ടികളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട്. ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അടച്ചു പൂട്ടി വീട്ടിൽ വെച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ അതെല്ലാം അവിടെ പൂട്ടി ഇരിക്കത്തില്ല. പിന്നെ അനുമോളിൻ്റെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുള്ളൂ. കാരണം നന്നായിട്ട് ഗെയിം കളിച്ചു. അത് ഫെയർ ഗെയിമോ ഫേക്ക് ഗെയിമോ അതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ജിസേലിനോട് പിണക്കമുള്ളൊരു വ്യക്തിക്ക് ജിസേലിനോട് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റൂ. ഇപ്പോൾ ആ ജിസേൽ നിന്ന സ്ഥലത്ത് ബിന്നി ആയിരുന്നു കുക്കിംഗ് വല്ലതും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അനുമോൾ ഇത്രയും വയലൻ്റ് ആകില്ലായിരുന്നു. ഏതായാലും ശരി, അനുമോൾ നല്ലൊരു ധീരമായിട്ടുള്ള രീതിയിൽ അക്ബറിനോടും അപ്പാനിയോടും ഒക്കെ ഇടപെട്ടു. പിന്നെ ശൈത്യയൊക്കെ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് അനുമോളോട് പോയിരുന്ന് സമാധാനിപ്പിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കൂട്ടുനിൽക്കരുതില്ലേ, ഞാൻ ഇതിനകത്ത് ഇല്ലേ എന്നൊക്കെ എടുത്തു പറയുകയാണ്. കാരണം തനിക്ക് നെഗറ്റീവ് ആകരുത്. ശൈത്യക്കൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പുറത്ത്. ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഒക്കെ നമ്മളിങ്ങനെ ഇരുന്ന് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുഭവിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അല്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ആരെയും കൂടുതൽ കീറി മുറിക്കാനൊന്നും പോകണ്ട. ബിഗ് ബോസിനകത്ത് ഏറ്റവും നല്ല കോണ്ടന്റ് കൊടുക്കുന്നത്, എപ്പോഴും സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, ഇതൊക്കെ തന്നെ നോക്കിയാൽ മതി. പിന്നെ നമ്മളൊക്കെ എത്ര കിടന്ന് എന്തൊക്കെ ബഹളം വെച്ചാലും അതിലൊരാൾ വിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ നടന്ന ഒരു വഴക്കിൽ അനുമോളിൻ്റെ PR എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അനുമോൾ ചെയ്ത തെറ്റോ ശരിയോ
എന്തായാലും നന്നായിട്ട് സംസാരിച്ചു എന്നതാണ് എൻ്റെ അഭിപ്രായം. അനുമോള് നന്നായിട്ട് സംസാരിച്ചു, നല്ല തൻ്റെ ഇടത്തോടെ സംസാരിച്ചു, കരഞ്ഞു മെഴുകി ഇരുന്നില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയുക, ഞാൻ അത് വെൽക്കം ചെയ്യുന്നുണ്ട്. അത് അനുമോളെ കുറിച്ച് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നെഗറ്റീവ് പറയുമ്പോൾ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്ന ലെവലിലേക്ക് പോകരുതെന്നേ ഉള്ളൂ. അപ്പോൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.